ഹലോ, നമുക്കിന്ന് ആരുകുട്ടനോടൊപ്പം പുതിയൊരു സൂപ്പർ ഫുഡ് ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മക്കാനി ഫ്രൈ ആണ്. അതായത് സാധനം നമ്മുടെ താമരമുട്ട്, ഇതാണ് സംഭവം. ഇനി നമുക്ക് മക്കാനി ഫ്രൈ ഉണ്ടാക്കാം. ഞങ്ങളിവിടെ താമരമുട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് താമരമുട്ട് ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ബൗളിനകത്ത് നിറച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഹാഫേ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ബാക്കി ഞാൻ അവനെ വൈകിട്ട് അന്നേരം ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും എളുപ്പം. ഇത് ഉണ്ടാക്കാൻ എൻ്റെ വലിയ പ്രയാസമൊന്നുമില്ല, അതുകൊണ്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിന് വേണ്ടുന്ന കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒന്ന് നെയ്യ്, ഇത് നമ്മളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. ഞാൻ ആദ്യം പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നെയ്യൊന്ന് ഉരുക്കാനിടാം. നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്കും 2 സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട് ഞാൻ. ഈ നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ താമരമുട്ട് ഇതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. നെയ്യ് ഉരുകി വരുന്നുണ്ട്. നെയ്യ് നല്ലപോലെ ഉരുകി വന്ന് ഒന്ന് ചൂടാകുമ്പോഴേക്കും, പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് താമരമുട്ട ഇടാം. ഇപ്പോൾ നമ്മുടെ നെയ്യ് നല്ലപോലെ ഉരുകി പാനും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഹാഫ് പോർഷൻ താമരമുട്ട ഇടാം. ബാക്കി ഹാഫ് പോർഷൻ ഞാനിവിടെ മാറ്റി ബൗളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുത്ത താമരമുട്ട ഒന്ന് ഫ്രൈ ആക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാവട്ടത്. നല്ലപോലെ ഫ്രൈ ആയി ഒരു ക്രിസ്പി പരിവാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും രുചി ടേസ്റ്റി ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഇതിപ്പം ഞാനൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. പിള്ളേർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ നല്ലപോലെ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ളൊരു ഫുഡുമാണ്. ഇത് നല്ലപോലെ ക്രിസ്പി ആയി വരുമ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തതിനനുസരിച്ച് വളരെ കുറച്ച് അളവിലിട്ട് മതി. അപ്പോൾ നല്ലൊരു നിറവും കിട്ടും. മഞ്ഞൾപ്പൊടിയുടെ ഒരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് നമുക്ക് വെച്ചിട്ടുള്ളൊരു ഗുണമുണ്ടാകും. അപ്പോൾ ഒരു നല്ലപോലെ മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ഒന്ന് മിക്സായി വരണം. അതിന് പാകത്തിന് നല്ലപോലെ ഇളക്കി കൊടുത്ത്, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കിടന്ന് കരിയും. അപ്പോൾ നല്ലപോലെ ഇളക്കി നമ്മുടെ താമരമുട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ, വീണ്ടും കുറച്ചുകൂടെ നേരം ഒന്ന് ചൂടായി ഫ്രൈ ആയി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഉപ്പും വളരെ കുറച്ച് അളവിൽ മതി, കാരണം ഓൾറെഡി ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഞാനിപ്പോൾ ഉപ്പെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു മാക്സിമം പോയി ഒരു 5 മിനിറ്റ്സ് മതിയാവും നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ഇത്രയും ഗുണങ്ങളുള്ളൊരു ഫുഡ് മാക്സിമം 5 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിരിക്കും നമുക്കത്. കാരണം പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകേണ്ട വന്നു കഴിഞ്ഞാലോ, ഇപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് സമയമായി, അതിനുള്ള ഫുഡ് റെഡി ആയിട്ടില്ലെങ്കിലോ, ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചാലൊക്കെ ഞാൻ ഇതിപ്പോൾ കുറച്ചുണ്ടാക്കി 2 ബോക്സിനകത്താക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് കുഞ്ഞിന് കൊടുക്കാൻ വേറൊന്നും മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ 2 പ്രാവശ്യം വൈകുന്നേരത്തേക്ക് കൂടെ വേണമെങ്കിൽ നമുക്ക് എയർ ടൈറ്റായിട്ടൊരു കണ്ടെയ്നറിനകത്ത് എടുത്ത് വെക്കാമെങ്കിൽ യൂസ് ചെയ്യാം. അതുമല്ല നമുക്കിതൊരു സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം നമുക്ക് വേണ്ടുന്നൊരു പരുവത്തിന് എത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെ തട്ടി നോക്കുമ്പം അത് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മുടെ പരുവത്തിനായി. പക്ഷെ എന്നാലും ഞാനൊരു 1 മിനിറ്റ് കൂടെ ഒന്ന് ഇത് ചൂടാക്കുക. കാരണം ആരുവാണെങ്കിൽ നല്ലപോലെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇഷ്ടം. അവനിങ്ങനെ ഓരോന്ന് കടിക്കുമ്പോഴും സൗണ്ടോടെ പൊട്ടുന്ന രീതിയിൽ ആ പരുവാവണം. കാരണം എനിക്കിവിടെ ഏറ്റവും വലിയ ടാസ്ക് അവന് ഫുഡ് കൊടുക്കാനുള്ളതാണ്. ഒരു 24 അവർ ഡ്യൂട്ടി ഒരുമിച്ചെടുത്തിട്ട് വന്നാലും വലിയ ക്ഷീണമാകത്തില്ല. പക്ഷേ അവന് ഒരു നേരം ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര വലിയ പണിയുള്ള. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ നമ്മുടെ പഴയ ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനിത് എടുത്തിടുന്നുണ്ട്. ഇതിടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മനസ്സിലാവും, ഇങ്ങനെ നല്ല സൗണ്ടോടെ താഴേക്ക് വീഴും നല്ല ഫ്രൈ ആയിട്ടുള്ള സമയത്ത്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് എനിക്ക് കുറച്ച് പരിപാടികളൂടെ ചെയ്യാനുണ്ട്. സാധാരണഗതിയിൽ ഞാനിത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇവന് രണ്ടും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാനിവിടെ വേറൊരു ഐറ്റം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ അവർക്ക് രണ്ടിൻ്റെയും കൂടെ ഗുണം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് പിസ്ത, ഒരു 5-6 പിസ്ത ഞാൻ എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ഞാൻ പൊട്ടിച്ച് നല്ല ക്ലീൻ ചെയ്ത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഇരിക്കുന്ന നെയ്യ് നേരത്തെ എടുത്തിട്ട് ബാക്കി നെയ്യും കൂടെ നല്ല ചൂടോടെ തന്നെ ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്യാമെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സായി കിട്ടും. പിസ്ത ആയതുകൊണ്ട് ഞാനത് ചൂടാക്കാനൊന്നും ഇട്ടില്ല. ഞാൻ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ എടുത്ത് വെക്കുക. കാണാനാണെങ്കിലും ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ താമരമുട്ടും ഈ പിസ്തയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നെയ്യും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ഇരിപ്പുണ്ട്. ഞാനിനിയിപ്പോൾ ഇതൊരു ബൗളിനകത്തിട്ട് അങ്ങ് അടച്ച് വെക്കുക. വരുമ്പോൾ അംഗൻവാടി പോയേക്കുക. അവനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുമ്പോൾ നമുക്ക് അവന് കൊടുക്കാം.
ഇത് അമ്മ ആര്യനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് കൊടുക്കാം. ആരു ഇന്നതാ ഒരു സാധനം ഉണ്ടല്ലോ. ഇതെന്തുവാ? എൻ്റെ പേര് പറ. ആര് പറ എൻ്റെ പേര്? പേരെന്താ ഒരു കുട്ടാ? ഇഷ്ടപ്പെട്ടോ?